ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്ത് പഠിച്ചു? റിലേറ്റീവ് അറ്റോമിക് മാസും ഗ്രാം അറ്റോമിക് മാസും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. അപ്പോൾ എന്തുവാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെന്റ് മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം ഹെവിയാന്ന് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റോമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു വസ്തുവിന്റെ വെയിറ്റ് എത്ര, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റിനെ 1 യൂണിഫൈഡ് മാസ് അഥവാ യു എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൗ മെനി ടൈംസ് ഹെവിയർ ആൻ ആറ്റം ഈസ് ദാൻ 1 യു. 1/12 ഓഫ് കാർബൺ ആറ്റം അഥവാ 1 യുവിനേക്കാൾ എത്രത്തോളം വലുതാണ് ചെറുതാണെന്നതിനെ കാണിക്കുന്നു. എന്താണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിലേറ്റീവ് അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. അല്ലെ, ഒരു വസ്തുവിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഒരു മോൾ ഓഫ് ആറ്റം എടുത്താൽ അതിന്റെ വെയിറ്റ് ആയിരിക്കും ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യം ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം അല്ലെ, ഒരു മോൾ ഓഫ് ഹൈഡ്രോജനും ഒരു മോൾ ഓഫ് നൈട്രോജനും എടുത്തു കഴിഞ്ഞാൽ എണ്ണം സെയിം ആണെങ്കിൽ അവരുടെ ഗ്രാം അറ്റോമിക് മാസ് വ്യത്യാസമായിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം രണ്ടിന്റെയും വലിപ്പം വ്യത്യാസമാണ്. അപ്പോൾ ഒരേ വലിപ്പമുള്ള ആൾക്കാർ ഒരുമിച്ച് വെച്ചാൽ ഒരേ വെയിറ്റ് കിട്ടുള്ളൂ അല്ലെ. ഇപ്പോൾ ഞാൻ പറയുകയാണ് 5 ആനകളും അതുപോലെ 5 കുതിരകളും. 5 ആനകളും 5 കുതിരകളും എണ്ണത്തിൽ 5 ആണെങ്കിലും രണ്ടിന്റെ വെയിറ്റ് എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഗ്രാം അറ്റോമിക് മാസ് ആ വെയിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഉത്തരവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മോളാർ മാസിനെ പറ്റിയിട്ടാണ്. ഇത് സിമ്പിൾ ടോപ്പിക്കാണ്. മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയേണ്ടത് മോളാർ മാസ് അല്ല, എന്താണ് മോളിക്കുലർ മാസ് എന്ന് അറിയണം. എന്തുവാണ് ഒരു മോളിക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളം ഞാൻ പറഞ്ഞാണ് H2O. ഒരു H2O എന്ന് പറയുന്നതാണ് എന്ത്? ഒരു വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ H2O അല്ലെ, വെള്ളത്തിന്റെ ഒരു മോളിക്യൂൾ എന്ന് വെച്ചാൽ അതിനകത്ത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും കാണും. അപ്പോൾ ഈ ഒരു മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ മാസ്. അപ്പോൾ മോളിക്കുലർ മാസ് എന്ന് വെച്ചാൽ ഒരു മോളിക്യൂളിന്റെ മാസ്. ഹൈഡ്രജൻ എന്ന് പറയുന്നതിനകത്ത് ആരൊക്കെയുണ്ട്? ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, ഓക്സിജൻ ആറ്റവും ഉണ്ട്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാ? 1. ഓക്സിജന്റെ എത്രയാ? 16. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെ 16 കിട്ടിയെന്ന്? അതാണ് കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചത്. ആ പറഞ്ഞ സാധനമാണ് അറ്റോമിക് മാസ്. അത് തന്നെ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര? 2 + 16. അപ്പോൾ ഹൈഡ്രജൻ്റെ വാട്ടറും ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന വെള്ളത്തിന്റെ മോളിക്കുലർ മാസ് എത്ര? 18 യു. കിട്ടിയോ? അപ്പോൾ ഇതിനാണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഏതൊരു മോളിക്കുലർ എടുത്താലും അതിന്റെ മാസ് എത്ര? അത് മോളിക്കുലർ മാസ്. എങ്ങനെ കിട്ടും? അതിനകത്തുള്ള ആറ്റംസ് ആരൊക്കെയെന്ന് നോക്കുക. ആ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എഴുതുക, എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പരസ്പരം കൂട്ടുക, നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലർ മാസ് കിട്ടും. സിമ്പിൾ സാധനമാണ്, ഇത് വലിയ പാടൊന്നുമില്ല മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നോക്കി, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസ് എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാർബണും 2 ഓക്സിജനും. ഒരു കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 അല്ലെ, അതിന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് 12 യു. ഓക്സിജന്റെ ആണെങ്കിൽ 16 യു. പക്ഷെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 12 യു പ്ലസ് 16 × 2 എത്രയാണ്? 32 യു. 32ഉം അപ്പോൾ 6ഉം 3 4 അല്ലേ, 44 യു എന്ന് കിട്ടും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യൂളിന്റെ മാസ് 42 യു. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യൂളിനെ നമ്മൾ കാർബൺ 12ന്റെ 1/12 താരതമ്യം ചെയ്യുമ്പോൾ അത് എത്രയായിരിക്കും? ആ 44 മടങ്ങായിരിക്കും അല്ലെ. ഒരു യുവിന്റെ 44 യു. ഒരു യു അല്ല, അങ്ങനത്തെ 44 എണ്ണം ചേരുമ്പോഴായിരിക്കും ഒരു എന്തിന് തുല്യമാവുന്നത്? ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യൂളിന്റെ വെയിറ്റിന് തുല്യമാവുന്നത്. ത്രാസ് വെച്ച് നോക്കുന്ന അതേ കോൺസെപ്റ്റ്. അതുപോലെ നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. ഞാനിവിടെ എല്ലാവർക്കും ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലർ മാസ് 12. ഇവിടെ നോക്കി, അമോണിയ NH3 എന്ന് പറയുമ്പോൾ നൈട്രോജൻ എത്ര? 7 അറ്റോമിക് നമ്പർ. അപ്പോൾ മോളിക്കുലർ അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 14 പ്ലസ് H3 ഹൈഡ്രോജൻ 3 എണ്ണം. അപ്പോൾ 1 × 3. അപ്പോൾ 14, 15, 16, 17 എന്ന് കിട്ടും. അതുപോലെ വാട്ടറിന് നമുക്ക് 18 എന്ന് കിട്ടും. ഗ്ലൂക്കോസിന് C6H12O6. കാർബണിൻ്റെത് 12, അങ്ങനത്തെ 6 എണ്ണം. ഹൈഡ്രജന്റെ 1, അങ്ങനത്തെ 12 എണ്ണം. ഓക്സിജന്റെ 16, അതിന്റെ 6 എണ്ണം. മൊത്തം കൂട്ടുമ്പോൾ 180 എന്ന് കിട്ടും. H2SO4 ഹൈഡ്രജൻ്റെത്, സൾഫറിൻ്റെ, ഓക്സിജൻ്റെ കൂട്ടുമ്പോൾ 98 കിട്ടും. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത പരിപാടി. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്കുലർ മാസ് മോളാർ മാസ് ഒന്നാണോ? എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ നോക്കടാം. ഞാൻ അറ്റോമിക് മാസ് പറഞ്ഞു, ഞാൻ റിലേറ്റീവ് എന്ന വാക്ക് ഇവിടുന്ന് വിഴുങ്ങുകയാണെ. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു, അതുപോലെ ഗ്രാം അറ്റോമിക് മാസ് എന്നും പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണുമായിട്ട് താരതമ്യം ചെയ്ത് കിട്ടിയത്. ഗ്രാം അറ്റോമിക് മാസ് ആണെങ്കിൽ എന്താ പറയുന്നത്? അവഗാഡ്രോ നമ്പറിന്റെ എണ്ണം എടുത്തപ്പോൾ അതിന്റെ തൂക്കം, അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം എടുത്തപ്പോൾ അതിന്റെ തൂക്കം. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് ഇതൊന്ന് പറയാൻ നോക്കിയേ. മോളിക്കുലാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള മോളിക്യൂളിന്റെ
അറ്റോമിക് മാസിനെ പരസ്പരം നമ്മൾ കൂട്ടിയിട്ട് കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്? കാർബൺ 12ന്റെ 1/12 താരതമ്യം ചെയ്യുമ്പോൾ ഇത്രത്തോളം വെയിറ്റ് ഇതിനുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ അതേപോലെ നമുക്കിവിടെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോളാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. അതായത് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടോ? ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ ഒന്നാണ്. നോക്കിക്കോ, അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെ പറയും? 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾ എടുത്താൽ ആ മോളിക്യൂൾ കാണിക്കുന്ന മാസ് അല്ലെങ്കിൽ വെയിറ്റ് എത്രയാണ് ഇൻ ഗ്രാംസ്? അതാണ് അവിടുത്തെ എന്ത്? ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. ഇതും എന്തിനു തുല്യമായിരിക്കും? അവിടുത്തെ മോളിക്കുലാർ മാസിന് തുല്യമായിരിക്കും. മോളാറും മോളിക്കുലാറും വാക്കിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലാക്കണം വ്യത്യാസം. എന്തുവാ പറഞ്ഞത്? ഒന്നുകൂടെ. നമ്മൾ ഒരു മോളിക്യൂൾ എടുത്തു. ഈ മോളിക്യൂളിനെ കാർബൺ 12 താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ എത്ര മടങ്ങുണ്ട് എന്നതാണ് എന്ത്? ഈ കാണിക്കുന്ന 17 ആണോ? 17. ഇനി ഇതേപോലത്തെ അമോണിയം മോളിക്യൂളുകൾ 1, 2, 3 എന്ന് 6.022 ഇൻറ്റു 10⁻23 എണ്ണം എടുത്തിട്ട് ഞാൻ ആ എണ്ണത്തിന് ഒരു വെയിങ് ബാലൻസ് വെച്ചിട്ട് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? അത് 17 ഗ്രാം എന്ന് കിട്ടും. എത്ര കിട്ടും? അത് 17 ഗ്രാം എന്ന് കിട്ടും. ഈ മുകളിൽ പറഞ്ഞതിന് ഞാൻ മോളിക്കുലാർ മാസ് എന്ന് വിളിച്ചപ്പോൾ റിലേറ്റീവ് മോളിക്കുലാർ മാസ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു. ഈ താഴെ കിട്ടിയതിന് ഞാൻ എന്ത് വിളിക്കും? ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വിളിക്കും. ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? മോളാർ മാസ്. അപ്പൊ മോളാർ മാസ് എന്ന് പറഞ്ഞാലും ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാലും എന്താണ്? മോളിക്കുലാർ മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തു, അല്ലെങ്കിൽ 6.022 10⁻23 എണ്ണത്തിന്റെ മാസ് എടുത്തു, അപ്പൊ കിട്ടിയതാണ് ഗ്രാം മോളിക്കുലാർ മാസ്. കാരണം ഇവിടെ യൂണിറ്റ് ഗ്രാം അല്ലേ, അപ്പൊ ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് പറയും. അപ്പൊ മോളാർ മാസ് എന്ന് വെച്ചാൽ എന്താണ്? മോളാർ മാസ് എന്ന് വെച്ചാൽ എന്താണ്? മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. ഓക്കെ, മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. അല്ലെങ്കിൽ എന്ത് പറയാം? മാസ് ഓഫ് 1 മോൾ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് എന്നും പറയാം. അതിന്റെ ഒരു മോൾ എന്ന് വെച്ചാൽ 6.022. അത്രയും എടുത്താൽ അതിന് ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. പക്ഷെ എഴുതുന്നത് എന്തിലായിരിക്കും? ഗ്രാമിലായിരിക്കും. അപ്പൊ മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഇൻ ഗ്രാംസ്, അല്ലെ ഒരു മോളിൽ കാണുന്ന വസ്തുവിന്റെ വെയിറ്റിനെ ഗ്രാമിൽ എഴുതിയാൽ അത് തന്നെയാണ് മോളാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. സെറ്റാണ്. ഇവിടെ നോക്ക്. NH3 എന്ന് വെച്ചാൽ അമോണിയ. അമോണിയയുടെ മോളിക്കുലാർ മാസും 17 തന്നെ, മോളാർ മാസും 17 തന്നെ. കാർബണുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 17 U കിട്ടും. എന്നാൽ 6.022 10⁻23 എണ്ണം എടുക്കുമ്പോൾ അതിന്റെ വെയിറ്റ് എടുക്കുമ്പോൾ അതും 17 ഗ്രാം കിട്ടും. സോ ഒരു മോളിന്റെ വെയിറ്റ് തന്നെയാണ് ഈ പറഞ്ഞ് കിട്ടുന്നത്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പറഞ്ഞു അല്ലെ, എത്രയാണത്? 44 മോളാർ മാസും 44 തന്നെയാണ്. ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസ് എടുത്താൽ കിട്ടുന്നതും ഇത് തന്നെയാണ്. ഇങ്ങനെ നമുക്ക് ബാക്കി എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, 44. ഹൈഡ്രജന്റെ ആണെങ്കിൽ 18, 46, 100 എണ്ണം. സോ ഒരു കാര്യം നമുക്ക് പിടികിട്ടി. എന്ത് പിടികിട്ടി? 2 ക്വാണ്ടിറ്റിയെ പറ്റി നമ്മളിന്ന് പഠിച്ചത്. ഒന്ന് മോളിക്കുലാർ മാസ്. അപ്പൊ മോളിക്കുലാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് മാസുകൾ കൂട്ടുമ്പോൾ കിട്ടും. ഇനി ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് പറഞ്ഞാലോ എന്താ അർത്ഥം? രണ്ടിന്റെ വാല്യൂ എന്ന അർത്ഥം എന്താ? ഒരു മോൾ ഓഫ് ദ മോളിക്യൂൾ എടുത്തു. ഏതൊരു മോളിക്യൂളിന്റെ ഒരു മോൾ എണ്ണം എടുത്താൽ അതിന്റെ വെയിറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. അതാണ് എന്ത്? മോളാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ്. വെറും മോളിക്കുലാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് മാസുകൾ കൂട്ടുമ്പോൾ കിട്ടുന്നത്. അതായത് കാർബൺ 12 താരതമ്യം ചെയ്യുമ്പോൾ കിട്ടുന്നത് മോളിക്കുലാർ മാസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അറ്റോമിക് മാസ്, റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാലോ മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോഴും ഇത് രണ്ടും കാർബൺ 12 താരതമ്യം ചെയ്ത് പറയുന്നത്. ഇനി ഗ്രാം എന്നൊരു വാക്ക് കണ്ടു. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാലോ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാലോ അത് മോൾ കോൺസെപ്റ്റിലോട്ട് പോകും. ഒരു മോൾ സാധനത്തിന്റെ വെയിറ്റ് രണ്ടും തുല്യമായിരിക്കും. ഇനി ഈ ഗ്രാം മോളിക്കുലാർ മാസിനെ വേറൊരു പേര് പറഞ്ഞ് വിളിക്കും. അതാണ് എന്ത്? മോളാർ മാസ്. ഓക്കെ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇവന്റെ തന്നെ മറ്റൊരു പേരാണ്. അപ്പൊ ഇത്രയും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
ഓക്കെ, എങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ലേ? ഒരു വസ്തുവിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടെന്ന് അറിയാൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന ഫോർമുല. ഏത് വസ്തുവിൻ്റെയും ഗിവൺ മാസ് നമ്മൾ എടുക്കുക. എന്തുവാണ്? ഗിവൺ മാസ് എടുക്കുക. അതിനെ ആ വസ്തുവിൻ്റെ മോളാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ കത്തത്തില്ല. ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കിക്കോ. ചോദ്യം: ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 88 grams ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ തന്നിട്ടുള്ള ഗിവൺ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിൻ്റെ തന്നിട്ടുള്ള മാസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു അളന്ന് കൈ തരികയാണ്. എത്ര മാസ് തന്നിട്ടുണ്ട്? 88 ഗ്രാം തന്നിട്ടുണ്ട്. ഇതിൽ എത്ര മോൾ ഉണ്ടെന്ന് നമുക്കറിയണം. നമുക്ക് ആകെ അറിയാം എന്താണ്? ഒരു മോളിൽ എത്ര ഉണ്ട്, അതാണല്ലോ മോളാർ മാസ്. അത് നമുക്ക് അറിയാം, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? രണ്ടും വാല്യൂ സെയിം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്ര? 16. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇൻറ്റു 2. അപ്പോൾ എത്ര? 12 പ്ലസ് 32 ഈസ് ഈക്വൽ ടു 44. അപ്പോൾ നമുക്ക് എന്തറിയാം? നമ്മളത് ചോദിച്ചിട്ടുള്ളത് ഇനി കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണേ. നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫോർമുല കാണാതെ പഠിച്ച് വെച്ചാലും മതി. ഞാൻ കോൺസെപ്റ്റ് പറയാൻ ശ്രമിക്കുകയാണ്. 88 ഗ്രാമിൽ എത്ര മോൾ ഉണ്ടെന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു മോളിൽ 44 ഗ്രാം ഉണ്ട്. എങ്കിൽ 88 ഗ്രാമിൽ എത്ര മോൾ എന്ന് ചോദിച്ചാൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടി. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന സംഭവം കിട്ടുന്നത്. ഗിവൺ മാസ് 88 ബൈ മോളാർ മാസ് എത്ര? 88 ബൈ 44 എത്ര കിട്ടും? 2 മോൾ എന്ന് കിട്ടും. എത്ര കിട്ടും? 2 മോൾ എന്ന് കിട്ടും. അപ്പോൾ മോൾസ് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. ഗിവൺ മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗിവൺ മാസിനെ ഗ്രാം മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഉത്തരം കിട്ടും. ഇവിടെ നോക്കിയേ. ചോദ്യം: വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ സാമ്പിൾ ഓഫ് CO2? ഓക്കെ, CO2വിൻ്റെ സാമ്പിളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? നമുക്കറിയാം ഒരു മോളിൽ 6.022. അപ്പോൾ 2 മോളാണെങ്കിൽ എത്രയായിരിക്കും? 2 × 6.022 എണ്ണം ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ സംഭവം. പിടി കിട്ടിയോ? അപ്പോൾ ഇത് വെച്ച് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടുത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. അമോണിയ എല്ലാത്തിൻ്റെയും ഗിവൺ മാസ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്പർ ഓഫ് മോൾസ് ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അമോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ NH3. നൈട്രജൻ്റെ ഗിവൺ മാസ് അമോണിയയുടെ ഗിവൺ മാസ് 85 ഗ്രാം നൈട്രജനിൽ എത്ര മോൾ ഉണ്ടെന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു മോളിലുള്ളത് എത്രയാണ്? അതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാമല്ലോ. നൈട്രജൻ്റെ എത്ര? 14 പ്ലസ് ഹൈഡ്രജൻ്റെ 1, അങ്ങനത്തെ 3 എണ്ണം. 14, 15, 16, 17. 17 ആണ് എന്ത്? ഇവിടുത്തെ മോളാർ മാസ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ഒരു മോളിൽ 17 ഗ്രാം ഉണ്ടെങ്കിൽ 85 ഗ്രാമിൽ എത്ര ഉണ്ട്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 17x ഇസ് ഈക്വൽ ടു 85. അതൊന്ന് എക്സ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? അറിഞ്ഞൂടാത്തതിനാണ് എക്സ് എന്ന് വിളിക്കുന്നത്. എത്രയായിരിക്കും? 85/17. അല്ലെങ്കിൽ ഫോർമുലയായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് 85 ബൈ മോളിക്കുലാർ മാസ് 17. ചെയ്യുമ്പോൾ എത്ര കിട്ടും? 17/85 ചെയ്യുമ്പോൾ ഞാൻ ടേബിൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എത്ര കിട്ടും? 5 എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ ആണോ? അടുത്ത് ഇവിടെ നോക്കിയേ. 220 ഇതുപോലെ CO2വിൻ്റെ എത്രയാണ്? 44. 220/44 നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, അടുത്തിവിടെ വാട്ടറിൻ്റെ മോളാർ മാസ് നമുക്കറിയാം. എത്രയാണ് മോളാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? വാട്ടറിൻ്റെ 18. ഗിവൺ മാസ് കണ്ടുപിടിക്കണം. പറ്റൂലേ? നമ്പർ ഓഫ് മോൾസ് 10 ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് എക്സ്, മോളാർ മാസ് 18. എക്സ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 10 × 18 180 എന്ന് കിട്ടും. 180 കിട്ടിയോ? ഇതുപോലെ ബാക്കി ഓരോന്നിനെ കണ്ടുപിടിച്ചൂടെ? NO2 17 പ്ലസ് 16 × 2 32. 17 പ്ലസ് 32 എത്ര കിട്ടും? 46 എന്ന് കിട്ടും. 92/46 2 ഉത്തരം കിട്ടും. C6H12O6 എത്രയായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. 180 എന്ന് കിട്ടും. 360/180 നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 57.8 ഉണ്ട്. 1170 ഉണ്ട്. എന്താണ്? സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1170/58.8 20 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇന്ന് പഠിപ്പിച്ച കാര്യം ഒന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് 2 ക്ലാസ്സിനെ അപ്ലോഡ് ചെയ്യും. 2 ക്ലാസ്സിനും പഠിപ്പിച്ച കാര്യം ഒരുമിച്ച് പറയുകയാണ്.
റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് നിങ്ങൾ കേട്ടാലോ അല്ലെങ്കിൽ അറ്റോമിക് മാസ് എന്ന് കേട്ടാലോ അതിൻ്റെ അർത്ഥം എന്താണ്? കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ 12 ഒരു ഭാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വസ്തു എത്രത്തോളം ഹെവിയർ ആണ് അല്ലെങ്കിൽ ലൈറ്റർ ആണെന്ന് കാണിക്കും. അതിൻ്റെ യൂണിറ്റ് ആണ് യു. ഇനി ഗ്രാം അറ്റോമിക് മാസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ്? ഒരു മോൾ ഓഫ് ദാറ്റ് ആറ്റം എടുത്താൽ ആ ആറ്റത്തിൻ്റെ വെയിറ്റ് എത്ര, അതിനെ ഗ്രാമിൽ എഴുതിയാൽ കിട്ടുന്നത് ഗ്രാം അറ്റോമിക് മാസ്. ഇനി മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്. അതായത് ഇവിടെയുള്ള മോളിക്യൂളുകളുടെ മാസ് എത്ര. അപ്പം എങ്ങനെ കിട്ടും? ഈ മോളിക്യൂള് കാർബൺ 12ൻ്റെ 1/12 താരതമ്യം ചെയ്യുമ്പോൾ ഈ മോളിക്യൂൾ എത്രത്തോളം വെയിറ്റ് ഉണ്ട് അതും യു തന്നെ. ഇനി ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? മോളാർ മാസ് എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു മോൾ ഓഫ് ദാറ്റ് മോളിക്യൂൾ എടുത്താൽ അതിൻ്റെ വെയിറ്റ് എത്ര എന്ന് ഗ്രാമിൽ കിട്ടി. സെറ്റ്. പിന്നെ പഠിച്ചാണ് നമ്പർ ഓഫ് ആറ്റം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ഒരു വസ്തു തന്നിട്ടുള്ള ഗിവൺ മാസ് വേണം. ഈ ഗിവൺ മാസിനെ നമ്മൾ അതിൻ്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? മോളാർ മാസ്. കാരണം നമുക്കറിയാം മോളാർ മാസ് എന്ന് വെച്ചാൽ എന്താ? ഒരു മോളിൻ്റെ വെയിറ്റാണ്. അപ്പോൾ അതുകൊണ്ടെങ്കിൽ നമുക്ക് ഈ ഗിവൺ മാസിനെ തന്നിട്ടുള്ളതിനെ ഈ പറയുന്ന മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്നുള്ളത് കിട്ടും. സംഭവം കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷേ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ശരിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വോളിയം ഓഫ് ഗ്യാസ് ആൻഡ് മോൾസ് പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.